എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ നിന്ന് എങ്ങനെ വേർഡിലേക്ക് നമ്മുടെ ഡേറ്റാസ് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് എന്താണ്, പേസ്റ്റ് ലിങ്ക് എന്താണ്, ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പുള്ള 33 വീഡിയോസ് എക്സലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ കോഴ്സ് പോലെ പഠിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനിയും കുറേ വീഡിയോസ് ഉണ്ട്. നമുക്ക് എക്സലിൽ നമ്മൾ ഡെയിലി യൂസ്, ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യണം, പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അത് ഓരോ ദിവസവും നമുക്ക് വേർഡിൻ്റെയും എക്സലിൻ്റെയും ഒക്കെ മാറി നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് എക്സലിൽ നിന്ന് വേർഡിലേക്ക് ഡേറ്റാസ് പേസ്റ്റ് ചെയ്യുന്നത്. പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ വേർഡ് കൂടി ഓപ്പൺ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സലിൽ നമ്മുടെ ഈ ഡേറ്റാസ് കോപ്പി ചെയ്യുക. ഫസ്റ്റ് തന്നെ ഡേറ്റാസ് കോപ്പി ചെയ്യാൻ നമുക്ക് Ctrl+C പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, കോപ്പി എടുക്കുക. വേർഡിൽ കൊണ്ടുവന്ന് നമുക്ക് Ctrl+V പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ പേസ്റ്റിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻസ് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ നമ്മുടെ ഡേറ്റാസ് ഉള്ളത് അത് അങ്ങനെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്കിപ്പോൾ വേർഡിൻ്റെ ഫോർമാറ്റിൽ തന്നെ നമുക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ കൊടുത്താൽ മതി, യൂസ് ഡെസ്റ്റിനേഷൻ സ്റ്റൈൽ. അപ്പം നമുക്ക് ഏത് വേർഡ് ഡെസ്റ്റിനേഷൻ, അതായത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പേസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് കളറൊന്നും ചേഞ്ച് ചെയ്യാതെ ഒരു സാധാ ടേബിൾ. അപ്പം ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി, ഇപ്പോൾ 7 12 ആക്കി, നമുക്ക് ഇത് തമ്മിൽ യാതൊരു ലിങ്കും ഇല്ല. പക്ഷെ നമുക്ക് ലിങ്ക് വേണം. അങ്ങനെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിൾസ് ഡിലീറ്റ് ചെയ്യുക. ഇതാണ് ടേബിളിൻ്റെ ക്രോസ് ബട്ടൺ ആണ്, നമുക്ക് സെലക്ഷൻ കൊടുക്കുന്നത്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ടേബിൾ കൊടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ടേബിൾ. ഇനി നമുക്ക് ഒന്നുകൂടി നമുക്കിത് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് കോപ്പി ചെയ്യുക, Ctrl+C. പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിതിൽ പേസ്റ്റ് സ്പെഷ്യൽ ഉണ്ട്. പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക, അതിൽ പേസ്റ്റ് ലിങ്ക് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് ഒബ്ജക്റ്റ്, അതൊരു ഒബ്ജക്റ്റായിട്ടാണ് വരുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് ഒബ്ജക്റ്റ് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പം ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇതൊരു ഒബ്ജക്റ്റ് മെത്തേഡാണ്. എക്സലിൻ്റെ ടേബിൾ പോലെയുള്ള ഒരു ഒബ്ജക്റ്റാണ്. ഇനി നമുക്ക് ചേഞ്ചസ്, നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും, ഇപ്പോൾ 8ൻ്റെ വാല്യൂ 20, ആ വാല്യൂ നമുക്കിവിടെ ചേഞ്ച് ആവും. ഇപ്പം നമുക്ക് ഏതെങ്കിലും റോയോ കോളോ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ഫോണ്ടിലെടുത്ത് നമ്മൾ കളർ ചേഞ്ച് ചെയ്തു, കളർ ഫില്ല് ചെയ്യാം. ആ ചേഞ്ചസ് എല്ലാം നമുക്കിവിടെ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ബോൾഡ് ആക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 80 വാല്യൂസ് ബോൾഡ് ആക്കി. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം നമ്മൾ ചേഞ്ചസ് വരുത്തുന്നു അതെല്ലാം ഇവിടെ ടേബിളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എക്സലിൽ നിന്ന് നമ്മൾ വേർഡിലേക്ക് പേസ്റ്റ് ലിങ്ക് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മൾ ലിങ്ക് കൊടുത്തു. പക്ഷെ ലിങ്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇമെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തൊക്കെ ചിലപ്പോൾ ഷഫിളാവാനൊക്കെ സാധ്യതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മൾ ചേഞ്ചസ് വരാതിരിക്കുകയോ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ. അതായത് ഇപ്പോൾ നമ്മളിവിടെ കോപ്പി ചെയ്യണം, കോപ്പി ചെയ്ത് Ctrl+C കൊടുത്തു. നമുക്കിവിടെ പേസ്റ്റ് സ്പെഷ്യൽ എടുത്തിട്ട് പേസ്റ്റ് ലിങ്ക് അല്ല, മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് ഒബ്ജക്റ്റ് എടുക്കുവാണെങ്കിൽ ഓക്കെ കൊടുക്കുക. ഇത് ലിങ്ക് ഇല്ല, ഇത് തമ്മിൽ യാതൊരു ലിങ്കിങ്ങും ഇല്ല. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കാരണം ഇത് തമ്മിൽ യാതൊരു ലിങ്കും നമ്മൾ എടുത്തിട്ടില്ല. ഇനി നമ്മുടെ ഈ എക്സൽ ഷീറ്റായിട്ട് നമുക്കൊരു ലിങ്കിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് സെലക്ഷൻ കൊടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് വർക്ക്ഷീറ്റ് ഒബ്ജക്റ്റ് എക്സൽ വർക്ക്ഷീറ്റാണ്, വർക്ക്ഷീറ്റ് ഒബ്ജക്റ്റ് ഓപ്പൺ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ എക്സലിൻ്റെ വർക്ക്ഷീറ്റ് നമുക്ക് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 8ൻ്റെ വാല്യൂ 18 ആക്കി എൻ്റർ അടിക്കുക. നമുക്കവിടെ ഡിസ്പ്ലേ ഇത് വരും. കളർ ചേഞ്ച് ചെയ്യണം,
അപ്പോൾ ഇങ്ങനെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ബോൾഡാക്കാം, ഇറ്റാലിക്കാക്കാം, അങ്ങനെ 3 മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക, സെക്കൻഡ് പേസ്റ്റ് ലിങ്ക് കൊടുക്കുക. തേർഡ് ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പേസ്റ്റ് ലിങ്ക് കൊടുത്തപ്പോൾ ഇപ്പോൾ ഈ ഫയൽ വേണ്ട എങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പേസ്റ്റ് ലിങ്ക് അല്ല, പേസ്റ്റ് തന്നെ നമ്മൾ മൈക്രോസോഫ്റ്റ് ഒബ്ജക്റ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക്ഷീറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇവിടെ നിന്ന് ഓപ്പൺ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതെല്ലാം ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.